നമസ്കാരം. എല്ലാ മലയാളി വാർത്താ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് കുറ്റകൃത്യങ്ങൾ നടക്കുന്നുണ്ട്, ഒരുപാട് വാർത്തകൾ അരങ്ങേറുന്നുണ്ട്. നമ്മൾ കുറച്ചധികം വാർത്തകൾ ഒന്ന് ഒറ്റനോട്ടത്തിൽ നോക്കാൻ പോവുകയാണ്. നമ്മൾ ആദ്യം തന്നെ നോക്കാൻ പോകുന്നത് IB ഉദ്യോഗസ്ഥരുടെ മരണവുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങളാണ്. ശരിക്കും സുഗാന്ത സുരേഷ് ഇത്രയും ദിവസമായി കാണാമറയത്താണ്. IB അന്വേഷിക്കുന്നു, പോലീസ് അന്വേഷിക്കുന്നു, സുഗാന്തിനെ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. അപ്പോ എന്തൊക്കെയാണ് മറ്റു നീക്കങ്ങൾ അന്വേഷണ സംഘത്തിന്? ഇപ്പൊ വിവാദത്തിലാവുന്നത് ഈ IB സുഗാന്തിനെതിരെ നടപടി എടുക്കാത്തത് തന്നെയാണ് വിവാദമാകുന്നത്. സുഗാന്ത് വേറെയും സ്ത്രീകളെയും ശാരീരികമായും സാമ്പത്തികമായും ചൂഷണം ചെയ്തിട്ടുണ്ടെന്ന് കണ്ടെത്തിയിട്ട് പോലും IB നടപടി എടുക്കാത്തതാണ് ഈ വിവാദത്തിലായി മാറുന്നത്. സുഗാന്തിന്റെ അക്കൗണ്ടൊക്കെ പരിശോധിച്ചതോടെയാണ് ഇക്കാര്യം വ്യക്തമായിട്ടുള്ളത്. പ്രതി സുഗാന്തിന് പലരിൽ ഒരാൾ മാത്രമായിരുന്നു ഈ ആത്മഹത്യ ചെയ്ത യുവതി എന്നും പോലീസ് വ്യക്തമാക്കിയതാണ്. ഈ ലുക്കൌട്ട് നോട്ടീസൊക്കെ പുറപ്പെടുവിച്ചിട്ടുള്ളത് കൊണ്ട് പ്രതി രാജ്യം വിട്ടു പോയിട്ടില്ല എന്നൊക്കെയാണ് പോലീസ് പറയുന്നത്. സുഗാന്തിന്റെ അമ്മയുടെ ബന്ധുക്കളെല്ലാം തന്നെ പോലീസിന്റെ നിരീക്ഷണത്തിലാണ്. നോർത്ത് ഈസ്റ്റിലെ യുവതിയെയും തിരുവനന്തപുരത്തുകാരെയും ചൂഷണം ചെയ്തുവെന്നാണ് വ്യക്തമായിട്ടുള്ളത്. അപ്പൊ യുവതികളെയൊക്കെ വലയിലാക്കി അവരിൽ നിന്ന് പണമൊക്കെ തട്ടി ആ പണം കൊണ്ട് സുഖിക്കുകയായിരുന്നു, അല്ലെങ്കിൽ ആഡംബര ജീവിതം നയിക്കുകയായിരുന്നു ഈ ഒരു പ്രതിയുടെ ഒരു വിനോദം എന്ന് പറയുന്നത്, ഒരു ഹരം എന്ന് പറയുന്നത്. അപ്പോ ഈ വിവാദം കനത്തതോടെ സുഗാന്ത് സുരേഷിനെതിരെ വകുപ്പ് തല അച്ചടക്ക നടപടിയൊക്കെ ഉടൻ എടുക്കുമെന്ന് IB പറഞ്ഞിരുന്നു. പ്രാഥമികമായി സുഗാന്തിനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുമെന്നും പറഞ്ഞിരുന്നു. അപ്പൊ വിശദമായ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കാനും ഈ IB തീരുമാനമൊക്കെ ആയിട്ടുണ്ട്. പക്ഷെ ഇതുവരെയും ആ ഒരു നടപടി കൈക്കൊണ്ടിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ സുഗാന്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി ഈ വരുന്ന 15-നാണ് വിധി പറയുന്നത്. അതെ. അപ്പൊ മറ്റൊരു വാർത്ത നമുക്ക് നോക്കാം. അതായത് ബോണക്കാട് പുരുഷന്റെ ഒരു മൃതദേഹം കണ്ടെത്തിയിരിക്കുകയാണ്. തലയും ഉടലും കാലും വേർപെട്ട നിലയിലാണ് ഈ ഒരു മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്, വിതുര ബോണക്കാട്. അപ്പോ മൃതദേഹത്തിന് ദിവസങ്ങളോളം പഴക്കമുണ്ട് എന്നാണ് വിവരം. ഇന്ന് ഉച്ചയോടെ വനം വകുപ്പ് ഉദ്യോഗസ്ഥരാണ് കുരിശുമല തീർത്ഥാടന കേന്ദ്രത്തിന് സമീപത്ത് നിന്ന് ഈ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. തലയും ഉടലും കാലും വേർപെട്ടു 3 ഇടങ്ങളിൽ നിന്നായാണ് ഈ ശരീരഭാഗങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. വിതുര പോലീസ് വനം വകുപ്പ് സ്ഥലത്തെത്തി പരിശോധന നടത്തി കണ്ടെത്തിയ മൃതദേഹ ഭാഗത്ത് ഭഗവാൻ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് അന്വേഷണം നടക്കുകയാണ്. മാത്രമല്ല, മഞ്ചേശ്വരം കുഞ്ചത്തൂരിലെ ആളൊഴിഞ്ഞ പറമ്പിലെ കിണറ്റിൽ ഓട്ടോ ഡ്രൈവറുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുകയാണ്. കൊലപാതകം എന്ന് തന്നെയാണ് കരുതുന്നത്. മംഗലാപുരം മുൽക്കി സ്വദേശി മുഹമ്മദ് ഷെരീഫാണ് മരിച്ചത്. കൊലപാതകമെന്ന് പ്രാഥമിക നിഗമനത്തിലാണ് പോലീസ് അന്വേഷിക്കുന്നത്. അത്തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഷെരീഫിന്റെ തലയിലും കയ്യിലും വെട്ടേറ്റ പാടുകളുണ്ട്. മാത്രമല്ല, മൃതദേഹം കണ്ടെത്തിയ സ്ഥലം ചീട്ടുകളി സംഘത്തിന്റെ കേന്ദ്രമാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. മൃതദേഹം പരിയാരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം ചെയ്യും. എന്തായാലും എന്താണ് സംഭവിച്ചതെന്ന കാര്യം നമുക്ക് അന്വേഷണം നടക്കുന്നതേ ഉള്ളൂ. മറ്റൊരു വാർത്ത കൂടി നമുക്ക് നോക്കാം. ഈ കാസർഗോഡ് വിദ്യാർത്ഥികളിൽ കാഴ്ച വൈകല്യം വർദ്ധിക്കുന്നു, അല്ലെ? കാസർഗോഡ് ജില്ലയിലെ സ്കൂൾ വിദ്യാർത്ഥികളിലാണ് കാഴ്ച വൈകല്യം വർദ്ധിക്കുന്നത്. അതായത് 10 ഇരട്ടി വേഗത്തിലാണ് ഈ ഒരു പ്രശ്നം വർദ്ധിക്കുന്നതെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നത്. പരിശോധനയ്ക്ക് വിധേയമായ കുട്ടികളിൽ ഒരു 7-ൽ ഒരാൾക്കെങ്കിലും കാഴ്ചക്കുറവ് ഉണ്ടെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ദേശീയ ആയുഷ് മിഷന്റെ കീഴിലുള്ള ദൃഷ്ടി പദ്ധതി വഴി നടത്തിയ 16 ക്യാമ്പുകളിൽ നിന്ന് മാത്രമായി 144 കുട്ടികളിലാണ് ഈ ഒരു കാഴ്ച വൈകല്യം കണ്ടെത്തിയിട്ടുള്ളത്. ഈ കുട്ടികളിൽ 12 പേർക്ക് മാത്രമായിരുന്നു കാഴ്ചയെ ബാധിക്കുന്ന സാഹചര്യങ്ങൾ മുൻപുണ്ടായിരുന്ന കാര്യമാണ് പറഞ്ഞത്. തിമിരം, റെറ്റിനോപ്പതി, ഗ്ലോക്കോമ തുടങ്ങിയവ ബാധിച്ച 14 കുട്ടികളെയും പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട്. ആകെ 784 വിദ്യാർത്ഥികളാണ് ഈ പരിശോധന നടത്തിയിരിക്കുന്നത്. ഓഗസ്റ്റ് മുതൽ ആരംഭിച്ച പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിലും പഞ്ചായത്തുകളിലെ സ്കൂളുകളിലുമൊക്കെ പുരോഗമിക്കുന്നതിനിടെയാണ് ഈ ഒരു ഞെട്ടിക്കുന്ന കണക്കൊക്കെ പുറത്തു വന്നിരിക്കുന്നത്. അമിതമായ ഫോൺ അല്ലെങ്കിൽ TV ഉപയോഗം, ജങ്ക് ഫുഡ്, മധുരപലഹാരങ്ങൾ, ഈ എണ്ണയിൽ വറുത്ത ആഹാരങ്ങൾ, കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ഇവയൊക്കെ അമിതമായി ഉപയോഗിക്കുന്നത് കാരണം ആവശ്യമായ വെള്ളം കുടിക്കാതിരിക്കുന്നതുകൊണ്ടും കൃത്യമായ പോഷകാഹാരങ്ങളുള്ള ആഹാരങ്ങളുടെ അഭാവം കൊണ്ടും വ്യായാമമില്ലായ്മ കൊണ്ടും ഈ പകലുറക്കം, പിന്നെ രാത്രി ഉറങ്ങാൻ വൈകുന്നതും ഒക്കെ ഈ ഒരു കാഴ്ച വൈകല്യങ്ങൾക്കും കണ്ണിലെ മറ്റ് അസുഖങ്ങൾക്കും കാരണമാകുന്നു എന്നാണ് ഡോക്ടർമാർ വിശദീകരിക്കുന്നത്. കാഴ്ച വൈകല്യങ്ങൾക്ക് കണ്ട കുട്ടികളിൽ വലിയ ശതമാനം പേരും മണിക്കൂറുകളോളമാണ് ഈ ഫോൺ ഉപയോഗം ഉപയോഗിക്കുന്നതെന്നൊക്കെയാണ് ഇവർ കണ്ടെത്തിയിട്ടുള്ളത്. മിക്കവരിലും മലബന്ധം, വിശപ്പില്ലായ്മ തുടങ്ങിയ വയർ സംബന്ധമായ അസുഖങ്ങളൊക്കെ ഉള്ളതായും കണ്ടെത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് അഴീക്കോട് നിന്ന് വരുന്ന ഒരു വാർത്ത നോക്കാം. ദുഃഖകരമായ ഒരു വാർത്തയാണ്. അമ്മയും 2 മക്കളെയും കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുകയാണ്. മീൻകുന്ന് മമ്പറം പിടിക്ക് സമീപം
ഭാമ, ശിവനന്ദ്, അശ്വന്ത് എന്നിവരാണ് മരിച്ചത്. ആത്മഹത്യ എന്നാണ് പ്രാഥമിക നിഗമനം. ഇന്ന് പുലർച്ചെയാണ് ഈ മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. മക്കളെ കിണറ്റിൽ എറിഞ്ഞതിനു ശേഷം അമ്മയും കിണറ്റിൽ ചാടി എന്നാണ് സൂചന. എന്തായാലും മൃതദേഹം പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുകയാണ്. പുലർച്ചെ 2 മണിയോടെ ഇവരെ കാണാതായി. വീട്ടിൽ അമ്മയും സഹോദരിയും മാത്രമാണ് ഉണ്ടായിരുന്നത്. രാവിലെ അയൽവാസികളാണ് കിണറ്റിൽ 3 പേരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മത്സ്യത്തൊഴിലാളിയായ ഭർത്താവ് രമേശ് ബാബു ഇന്നലെ ചാലിലെ വീട്ടിലായിരുന്നു ഉണ്ടായിരുന്നത്. ASP കാർത്തികിന്റെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം നടത്തുന്നുണ്ട്. ഈ അമ്മ മാനസിക വെല്ലുവിളി നേരിടുന്നതായി പോലീസ് പറയുന്നുണ്ട്. ഇതിന് ചികിത്സ തേടിയിരുന്നുവെന്ന് ബന്ധുക്കളും പറയുന്നുണ്ട്. എന്തായാലും ഈ സംഭവം നടക്കുന്ന ദിവസം ഭർത്താവ് ഉണ്ടായിരുന്നില്ല എന്നാണ് വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. എന്താണ് സംഭവിച്ചത് എന്നത് അന്വേഷിക്കുന്നുണ്ട്. എന്തായാലും അതിദാരുണമായ ഒരു സംഭവമായി പോയി. മറ്റൊരു വാർത്ത കൂടി നോക്കാം അല്ലെ. അതായത് കരിമണൽ കച്ചവടത്തിന് നിയമവിരുദ്ധമായ സഹായം ഉറപ്പാക്കാൻ CMRL കമ്പനി വൻ തുക ചെലവഴിച്ചെന്ന കേസിൽ അന്വേഷണം നടത്തി SFIO സമർപ്പിച്ച കുറ്റപത്രവുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ വൈകുമെന്നാണ് വാർത്തകൾ വരുന്നത്. SFIO കേസിൽ കേരളത്തിൽ സമർപ്പിക്കപ്പെട്ട ആദ്യ കുറ്റപത്രമാണിത്. അതുകൊണ്ട് തന്നെ നടപടിക്രമം സംബന്ധിച്ചുള്ള പരിചയക്കുറവ് കോടതി നടപടികളെ മന്ദഗതിയിലാക്കിയിട്ടുണ്ട്. കുറ്റപത്രത്തിന് നമ്പറിട്ട ശേഷം SFIOയുടെ അഭിപ്രായം തേടിയിട്ടാകും ഈ പകർപ്പ് EDക്ക് കൈമാറുന്നത്. കുറ്റപത്രത്തിന്റെ പകർപ്പ് കിട്ടാൻ ED സാമ്പത്തിക കുറ്റവിചാരണ കോടതിയിൽ ഹർജി നൽകിയിട്ടുണ്ട്. EDക്ക് കുറ്റപത്രം നൽകുന്നതിനെ SFIO എതിർക്കില്ല. രണ്ടും കേന്ദ്ര ധനകാര്യ വകുപ്പിന് കീഴിലെ അന്വേഷണ ഏജൻസികളാണ്. അപ്പൊ എന്തായാലും SFIO കുറ്റപത്രത്തിന്റെ സൂക്ഷ്മ പരിശോധന പൂർത്തിയാക്കി നമ്പറിട്ട് ഫയലിൽ സ്വീകരിച്ച ശേഷം EDയുടെ ഹർജി വിചാരണ കോടതി പരിഗണിക്കുമെന്നാണ് സൂചന. ഇതിനിടയിൽ തൃശൂർ മാളയിലെ സംഭവമൊക്കെ വേദനിപ്പിക്കുന്നതാണ്. ഈ ഒരു 6 വയസ്സുകാരന്റെ കൊലപാതകത്തിൽ പ്രതി ജോജോയുമായുള്ള തെളിവെടുപ്പൊക്കെ ഇപ്പൊ നടത്തിയിരിക്കുകയാണ്. പ്രതി കൊലപാതകം നടത്തിയ സ്ഥലത്തെത്തിച്ചാണ് ഇപ്പൊ പോലീസ് തെളിവെടുപ്പ് നടത്തിയത്. യാതൊരു കൂസലും ഇല്ലാതെ എങ്ങനെയാണ് കൊന്നത് എന്നൊക്കെ പ്രതി പറയുന്നുണ്ട്. ഒരു കൂസലും ഇല്ലാതെ പറയാണ്, ഞാൻ തള്ളിയിട്ടു, വീണ്ടും കയറി വന്നു, അപ്പോഴും ഞാൻ തള്ളിയിട്ടു എന്ന് ഒരു ഇതുമില്ലാതെ ഒരു ഭാവമാറ്റവും ഇല്ലാതെ തന്നെയാണ് അത്രയും പോലീസുകാർക്ക് മുന്നിലും നാട്ടുകാർക്ക് മുന്നിലും ഒക്കെ നിന്നുകൊണ്ട് ആ പ്രതി താൻ എങ്ങനെയാണ് ആ സമയത്ത് കുഞ്ഞിനോട് പ്രതികരിച്ചത്, കുഞ്ഞിന്റെ വസ്ത്രമൊക്കെ ഊരി മാറ്റാൻ ശ്രമിച്ചത്, കുഞ്ഞ് ഒച്ച വയ്ക്കാൻ ശ്രമിച്ചപ്പോഴേക്കും കുഞ്ഞിനെ ആ കുളത്തിലേക്ക് തള്ളിയിട്ടുകൊണ്ട് കഴുത്തിൽ ചവിട്ടി താഴ്ത്തിയതും ഒക്കെ ഒരു ഭാവവ്യത്യാസമില്ലാതെ പ്രതി പോലീസിനോട് വിവരിക്കുകയായിരുന്നു. അതൊക്കെ നമുക്ക് അക്ഷരാർത്ഥത്തിൽ കണ്ടു നിൽക്കാനോ കേട്ടു നിൽക്കാനോ ഒട്ടും കഴിയുന്ന ഒരു സംഭവമായിരുന്നില്ല. ഇപ്പൊ തെളിവെടുപ്പിനിടെ സംഘർഷാവസ്ഥ ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ കണക്കിലെടുത്ത് ഈ സ്ഥലത്ത് വൻ പോലീസിനെ തന്നെയായിരുന്നു ക്രമീകരിച്ചിരുന്നത്. ഇപ്പൊ ജോർജിയ പോലീസ് ഭാഗത്ത് നിന്ന് ഇറക്കിയപ്പോ തന്നെ ഈ നാട്ടുകാരൊക്കെ പ്രതിഷേധവും കയ്യേറ്റ ശ്രമവും ഒക്കെ നടത്തിയിരുന്നു. ഈ കുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചുവെന്നും ഇതിനിടെ കുതറി മാറിയതാണ് തന്നെ പ്രകോപിപ്പിച്ചതെന്നുമാണ് ഈ ജോജോ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. ലൈംഗിക ബന്ധത്തിന് ശ്രമിക്കുന്നതിനിടെ കുട്ടി അലറി വിളിച്ച് ആളെ കൂട്ടാൻ ശ്രമിക്കുന്നതിനിടെയാണ് അത് തടയാൻ വേണ്ടി ഈ കുഞ്ഞിനെ കുളത്തിലേക്ക് തള്ളിയിട്ടത്. ശേഷം കുട്ടിയുടെ കഴുത്തിൽ ചവിട്ടി ചെളി നിറഞ്ഞ കുളത്തിലേക്ക് തള്ളിയിടുകയായിരുന്നു. ആദ്യ ചവിട്ടിൽ കുട്ടി കൊല്ലപ്പെട്ടുവെന്ന് ഉറപ്പിച്ചെങ്കിലും പക്ഷേ ഈ കുട്ടി ഉയർന്നു വരികയാണ് ഉണ്ടായത്. ഇതേ സമയം തന്നെ വീണ്ടും കുട്ടിയെ കാലുകൊണ്ട് ചവിട്ടി താഴ്ത്തുകയും മരിച്ചുവെന്ന് ഉറപ്പാക്കിയ ശേഷമാണ് സംഭവ സ്ഥലത്ത് നിന്ന് ഈ പ്രതി പോയതെന്നുമാണ് പോലീസ് പറയുന്നത്. കൂട്ടുകാർക്കൊപ്പം കളിച്ചുകൊണ്ടിരുന്ന 6 വയസ്സുകാരനെയും ജോജോ വിളിച്ചുകൊണ്ടുപോയി ആളൊഴിഞ്ഞ പറമ്പിലെത്തി ലൈംഗിക ബന്ധത്തിന് പ്രേരിപ്പിക്കുകയായിരുന്നു. മാലിന്യം നിറഞ്ഞ കുളത്തിലാണ് തല ചവിട്ടി പൂഴ്ത്തി ഈ ഒരു കൊലപാതകം നടത്തിയിരിക്കുന്നത്. പിന്നീട് ഇതൊന്നും അറിയാതെ നാട്ടുകാർക്കൊപ്പം നിന്ന് ഈ 6 വയസ്സുകാരന് വേണ്ടി ഇയാൾ തിരച്ചിലും പങ്കാളിയായി. ജോജോയ്ക്ക് പിന്നാലെ കുട്ടി ഓടിപ്പോകുന്ന CCTV ദൃശ്യങ്ങളാണ് ഈ കേസിൽ നിർണായക വഴിത്തിരിവായത്. കഴിഞ്ഞ ദിവസം രാത്രി കസ്റ്റഡിയിലെടുത്ത ജോജോയുടെ അറസ്റ്റ് രാവിലെയോടെ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പോക്സോ, തട്ടിക്കൊണ്ടുപോകൽ, കൊലപാതകം എന്നീ വകുപ്പുകളൊക്കെയാണ് ചേർത്തിട്ടുള്ളത്. ബൈക്ക് മോഷണം അടക്കം വിവിധ കേസുകളിൽ മുൻപ് പ്രതിയാണ് ഇയാൾ. മറ്റൊരു വാർത്ത കൂടി നോക്കാം. ചേർത്തല കടക്കരപ്പള്ളിയിലെ സ്ത്രീയുടെ മരണത്തിൽ അജ്ഞാത ഫോൺ കോളാണ് നിർണായകമായി മാറിയത്. കടക്കരപ്പള്ളി പഞ്ചായത്ത് 9-ാം വാർഡ് ഹരിതശ്രീയിൽ സുമിയുടെ കൊലപാതകത്തിൽ ചുരുളഴിഞ്ഞിരിക്കുകയാണ്. ഫോൺ കോളിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഭർത്താവ് ഹരിദാസ് പണിക്കർ അറസ്റ്റിലായിരിക്കുന്നത്. സുമിയുടെ മരണം കൊലപാതകമാണെന്ന് പുറത്തറിയുന്നത് പോലീസ് പ്രതിയെ പിടികൂടിയതോടെയാണ്. ഫോൺ വിളി ഇല്ലായിരുന്നുവെങ്കിൽ ഇതൊരു സാധാരണ മരണം എന്ന രീതിയിൽ മാറിപ്പോയെന്നെ. പക്ഷെ ആ ഫോൺ വിളി നിർണായകമായി മാറി. ഭാര്യയുടെ മരണം എല്ലാവരെയും അറിയിച്ചും സംസ്കാരത്തിനായി ക്രമീകരണങ്ങൾ ഒരുക്കിയും മുന്നിൽ നിന്ന് ഹരിദാസ് പണിക്കർ തന്നെ കൊലയാളിയാണെന്ന് ആരും കരുതിയിരുന്നില്ല. ഇപ്പൊ ഈ കൊലയാളികളുടെയൊക്കെ ഇപ്പൊ ഒരു പുതിയ ട്രെൻഡായി മാറിയിരിക്കുകയാണ്. അവർ തന്നെ കൃത്യം നടത്തിയതിനു ശേഷം ആർക്കും മുന്നിലും സംശയത്തിന് ഇടവരുത്താതെ അവർക്കൊപ്പം നിന്ന് എല്ലാത്തിലും കൂടെ നിന്ന് പങ്കാളിയായി നിൽക്കും. ഏറ്റവും ഒടുവിലായിരിക്കും ഒരു ചെറിയ ഒരു മൊഴിയിലോ അല്ലെങ്കിൽ ഒരു ദൃശ്യങ്ങളിലൊക്കെ പിടി വീഴുമ്പോഴേക്കും ഈ പ്രതികളുടെ മട്ടും ഭാവവും ഒക്കെ അങ്ങ് മാറുന്നത്. അത് തന്നെയാണ് ഇവിടെ വ്യക്തമാവുക.
കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇവിടെ ഉണ്ടായ ഒരു ബാങ്ക് കൊള്ളയടി ഉണ്ടല്ലോ, അതിൽ ആ പ്രതിയും ഇതുപോലെ കുടുംബയോഗത്തിലൊക്കെ ബാങ്ക് കൊള്ളടിച്ച പ്രതി എവിടെയാണോ എന്തോന്ന് പറഞ്ഞ് വലിയ അഭിനയമായിരുന്നു. ലാസ്റ്റ് അയാൾ തന്നെ പ്രതിയായി. ഇപ്പൊ ഈ മാളയിലെ സംഭവത്തിലും ആ കുട്ടിയെ അന്വേഷിക്കാൻ ഈ കൊലപാതകം ചെയ്ത ജോജോയും കൂടെ പോകുകയാണ്. അപ്പൊ എന്തായാലും കൊലയാളികളുടെ അല്ലെങ്കിൽ കുറ്റം ചെയ്യുന്നവരുടെ ഒരു രീതിയാണ്. ചിലര് രക്ഷപ്പെടും, സുഗാന്തിനെ പോലുള്ളവർക്കാണെങ്കിൽ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെടും, മറ്റുള്ളവരാണെങ്കിൽ കൂടെ നിന്ന് പ്രതിയല്ലാന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കും. എന്തായാലും ഈ സംഭവത്തില് ബുധനാഴ്ച 1:15 ശേഷമാണ് സമീപത്തുള്ള വീട്ടിലെത്തി ഹരിദാസ് പണിക്കർ ഭാര്യ സുമി വീടിനുള്ളിൽ അനക്കമില്ലാതെ കിടക്കുന്നതായി നാട്ടുകാരെ അറിയിച്ചത്. ഭാര്യ മരിച്ചെന്ന് ബന്ധുക്കളെയും ഇയാൾ തന്നെ അറിയിച്ചു. വീട്ടിലെത്തിയ ബന്ധുക്കൾക്കും മരണത്തിൽ സംശയമുണ്ടായില്ല. സംസ്കാരം ബുധനാഴ്ച വൈകിട്ട് നടത്താൻ തീരുമാനിച്ചു. ഇതിനിടയിലാണ് പട്ടണക്കാട് പോലീസിൽ സുമിയുടെ മരണത്തിൽ സംശയമുണ്ടെന്ന് അറിയിച്ചുകൊണ്ട് പേര് വെളിപ്പെടുത്താതെ ഫോൺ വിളി എത്തിയത്. തുടർന്ന് പട്ടണക്കാട് സ്റ്റേഷൻ ഓഫീസർ KS അജയന്റെയും SI G അജിത് കുമാറിന്റെയും നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി ഹരിദാസ് പണിക്കരോട് വിവരങ്ങൾ ചോദിച്ചെങ്കിലും അസ്വാഭാവികമായി ഒന്നുമില്ലെന്ന് പറഞ്ഞു ഒഴിഞ്ഞു. എന്നാൽ പോലീസ് നിരീക്ഷണം തുടർന്നുകൊണ്ടേയിരുന്നു. മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തണമെന്ന് പോലീസ് കർശന നിലപാടെടുത്തു. പോസ്റ്റ്മോർട്ടത്തിലാണ് കൊലപാതകമെന്ന് തെളിഞ്ഞത്. കുടുങ്ങിയെന്ന് കണ്ടതോടെ ചോദ്യം ചെയ്യലിൽ ഇയാൾ നടന്ന കാര്യങ്ങൾ പോലീസിന് മുന്നിൽ പറയായിരുന്നു. ഈ സുനിയുടെ ഇൻക്വസ്റ്റ് നടത്തുമ്പോൾ തന്നെ കഴുത്തിൽ പാടുകൾ ഉണ്ടായിരുന്നു. പോസ്റ്റ്മോർട്ടത്തിന് എത്തിച്ചപ്പോൾ ഡോക്ടറുടെ പ്രാഥമിക പരിശോധനയിൽ തന്നെ പാടുകൾക്ക് പിന്നിൽ ബലപ്രയോഗത്തിന്റെ സാധ്യതകൾ കണ്ടിരുന്നു. പരിശോധനയിൽ കൊലപാതകമാണെന്ന് വ്യക്തമായി. സുമി മരിക്കുകയും ഭർത്താവ് അറസ്റ്റിലാവുകയും ചെയ്തതോടെ ഹരിതശ്രീ വീട് ശരിക്കും ശൂന്യമായിരിക്കുന്ന ഒരവസ്ഥയിലാണ്.